ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനേ മുട്ട മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 5 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. 5 പൊട്ടറ്റോ കുക്കറിലിട്ട് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു സവാള എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ, കുറച്ച് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഒരു പച്ചമുളക്. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഇട്ട് കൊടുക്കുവാണേ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, അത് കുറച്ചിട്ട് കൊടുക്കുവാണേ. അതൊരു ലൈറ്റ് ബ്രൗണിഷ് ആയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും വറ്റൽ മുളകും കൂടെ ഒന്നിട്ട് കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ സവാളയും കൂടെ ലാസ്റ്റിലിടുവാണേ. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുത്താൽ സവാള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. സവാള ഒത്തിരി ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മസാലയായിട്ട് ചേർക്കുന്നതിനകത്ത്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഉള്ളിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഞാൻ പൊട്ടറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കുറച്ച് ലൂസ് മസാലയല്ല കിട്ടുന്നത്, അപ്പോൾ അതേപോലെ വരുവേ. അപ്പം കുറച്ച് ചൂടുവെള്ളം, തണുത്ത വെള്ളം ഒഴിക്കൽ, ഓൾറെഡി അത് ചൂടായ മസാലയല്ലേ, തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ ആ മസാല എല്ലാം പൊട്ടറ്റോയിലോട്ട് നല്ലതായിട്ട് പിടിക്കും. പിന്നെ നല്ല ഒരു ലൂസ് ആയിട്ടുള്ളൊരു മസാലയും കിട്ടും. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഒഴിച്ചിട്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ടൊമാറ്റോയുടെ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുവാണേ. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില, പിന്നെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് ദോശയിലോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ദോശയുടെ അടിഭാഗം കുറച്ച് കരിയുകയും ചെയ്യും, മുട്ട വേവാനും പാടാം. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടുമേ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ പൊട്ടറ്റോയുടെ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടെ എൻ്റെ മണ്ടയ്ക്ക് പുരട്ടി കൊടുക്കുവാണേ. എന്നും നമ്മൾ ഒരേപോലെ കഴിക്കുന്നതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.